പിതാവ് അച്ഛ സൈസിൻ്റെ ആക്ച്വലി ഡേവിഡ് അച്ഛ ബാബുടി അച്ഛ ബഹുമാനപ്പെട്ട ബെന്നിയച്ച, സ്നേഹമുള്ള യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെ, യൂണിറ്റ് പ്രവർത്തകരെ, സൈസിൻ്റെ പുൽപ്പള്ളി മേഖലയിലെ കമ്മിറ്റി അംഗങ്ങളെ, പ്രവർത്തകരെ, വളരെ ദൈവാനുഗ്രഹപ്രദമായ ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ ഇപ്പോൾ നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. ശ്രേഷ്ഠൻ്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ക്യാൻസർ രോഗികൾ, അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസംബർ മാസം മുഴുവനായിട്ട് ഫണ്ട് സമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് അറിയാം, നമ്മുടെ മധുരപരകാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേക്കാണെന്നാണ്. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകളിലും ഓരോ കേക്കെങ്കിലും വാങ്ങിച്ച് നമ്മുടെ ഈ ക്യാൻസർ ഫണ്ട് സമാഹരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷത്തിൽ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾക്ക് ശ്രേഷ്ഠൻ്റെ പുൽപ്പള്ളി മേഖലയുടെ നേതൃത്വത്തിൽ മാത്രം 8 ലക്ഷം രൂപ നമുക്ക് രോഗി സഹായമായിട്ട് സമാഹരിച്ച് ക്യാൻസർ രോഗികളും അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്കും സഹായിക്കാൻ സാധിച്ചു. ഈ വർഷം നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെക്കാലം കൂടുതൽ അംഗങ്ങൾ നമ്മുടെ ശ്രേഷ്ഠൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾച്ചേർന്നത് കൊണ്ട് തന്നെ ഈ പുൽപ്പള്ളി മേഖലയിൽ മാത്രം 10,000-ൽ പരം ആളുകൾ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം വെച്ചിരിക്കുന്നത് ഒരു കുടുംബം ഒരു കേക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുമുള്ള ഒരാൾക്കും കൂടെ ഒരു കേക്കും കൊടുക്കും. അങ്ങനെ ഒരു 20,000 കേക്ക് നമുക്ക് മാത്രം കൊടുക്കാനും ആ 20,000 രൂപ കേക്കിൽ കൂടെ തന്നെ ഒരു 14 ലക്ഷം രൂപയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. 14 ലക്ഷം രൂപ ഈ ഒരു ഒറ്റ മാസം കൊണ്ട് സമാഹരണം നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മളത് പറയുന്നത് ഒന്ന് ഈ മാസം പുണ്യമാസം, പ്രത്യേകിച്ച് ഡിസംബറിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ പ്രത്യേകിച്ച് തിരുക്കുമാരന്റെ പ്രവയ്ക്ക് വേണ്ടിയിട്ട് നോമ്പിന് വേണ്ടിയിട്ട് മാറ്റുന്നു. അതുകൊണ്ട് ഒരു ത്യാഗം ആയിട്ടുള്ള ഒരു ഫണ്ടതിനകത്ത് ഇറച്ചിമീനൊക്കെ ഒഴിവാക്കുന്ന ഒരു ത്യാഗമായിട്ടുള്ള ഫണ്ടതിനകത്ത് മാറ്റി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം മണ്ഡലകാലമാണ്. അതുകൊണ്ട് അവരും ഈ ഒരു പുണ്യ മാസത്തിലൂടെ കടന്നു പോകുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും അത് തന്നെ പുണ്യമാസം കടന്നു അവരെല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള രോഗി സഹായത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ഒത്തിരി സഹകരിക്കുന്നുണ്ട്. ഈ വർഷം സമാഹരിക്കുന്ന ഫണ്ടിൽ പ്രധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ കിടപ്പ് രോഗികളെ, ക്യാൻസർ പോലുള്ള കിടപ്പ് രോഗികളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ മിച്ചമായ വരുന്ന ഫണ്ട് പുൽപ്പള്ളി മേഖലയുടെ നേതൃത്വത്തിൽ നമുക്ക് വരുന്ന ശ്രേയസിന്റെ ശ്രേയസ് ആരംഭിച്ചിട്ട് 50 വർഷം തികയാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ യൂണിറ്റുകളും ഒരു ഭവനം നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ പ്ലസ് മേഖലയുടെ നേതൃത്വത്തിൽ ഒരു ഭവനം, അങ്ങനെ 12 ഭവനം നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതിക്കാണ് ചിന്തിച്ചിരിക്കുന്നത്. ഈ മേഖലയുടെ നേതൃത്വത്തിൽ എല്ലാ യൂണിറ്റുകളെ സഹകരിച്ചുകൊണ്ട് ഭവനം നിർമ്മിക്കുന്നതിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മിച്ചം വെച്ച് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റു കേക്ക് ബിരിയാണി ചലഞ്ച് പോലുള്ള മറ്റുള്ള ഫണ്ടുകൾ മറ്റുള്ള നമ്മുടെ സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകളിൽ നിന്ന് എല്ലാ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് വരുന്ന 2-3 വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ മേഖലയിലെ എല്ലാ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഒരു 12 ഭവനം പണി നടത്തുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭവനം നിർമ്മിച്ച് അതിനകത്ത് കിടക്കുക, ഒരു അഡ്രസ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ രോഗി സഹായത്തിന്റെ ഫണ്ട്, മിച്ചമുള്ള ഫണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഭവന നിർമ്മാണത്തിന് വേണ്ടി മാറ്റും. തുടർന്ന് വർഷങ്ങളിൽ ഇത് അതിൽ കൂടുതൽ ഗംഭീരമായിട്ട് അതിനകത്ത് മുന്നോട്ടും. ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. കഴിഞ്ഞ വർഷം നമ്മൾ ഈ കേക്ക് ചലഞ്ച് ഏറ്റെടുത്തപ്പോൾ അതിനകത്തുണ്ടായ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഇത്തരത്തിലുള്ള രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ടൊന്നും ഉപയോഗിക്കാൻ ദൈവം ഇടവരുത്തില്ല എന്നുള്ളത് അത് കൃത്യമായിട്ടൊരു സാക്ഷ്യമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കഴിഞ്ഞ വർഷം 10,000-ന് മുകളിൽ കേക്ക് കൊടുത്തു ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ള അവർക്ക് ആവശ്യമായ അവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിക്കേണ്ടി വന്നില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി പണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഏറ്റവും തീക്ഷ്ണതയോടെ സന്തോഷത്തോടെ ഓരോരുത്തരും നിയോഗമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഓരോ കുടുംബം തന്നെ ഒരു നിയമം പോലെ 100, 200, 300 കേക്ക് വിറ്റു. ഇവിടെ തന്നെ ഒരു വ്യക്തി നിന്ന് കേക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്നത് ഏകദേശം 100ഓളം കേക്ക് അവർ കുടുംബം മാത്രം ഏറ്റെടുത്തുകൊണ്ട് വിതരണം ചെയ്ത് ആ ഫണ്ട് സമാഹരിച്ച് ഒരു രോഗി സഹായത്തിന് വേണ്ടി മാറ്റുകയാണ്. അപ്പോൾ ഒരു വലിയ സാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരും വർഷങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങളുണ്ട്. അതിന് ഏതാനും വ്യക്തികളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്, കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് ശ്രേയസ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഇങ്ങനെയുള്ള വലിയ കാരുണ്യ പ്രവർത്തനത്തിന് വലിയ പിന്തുണയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രൂപതാധീശന്റെ വലിയ സഹകരണമുണ്ട്. അതോടൊപ്പം തന്നെ ശ്രേയസ് കേന്ദ്ര ഓഫീസിന്റെയും അതിന് എല്ലാ നല്ല മനുഷ്യരുടെയും വലിയ സഹകരണമുണ്ട്. ഇത് വളരെ സന്തോഷത്തോടെയാണ് ഏറ്റെടുക്കുന്നത്. ഈ ഏറ്റെടുക്കുന്നതിലൂടെ നമ്മൾക്ക് അതിന്റെ ആവശ്യം വരില്ല എന്നുള്ള ബോധ്യത്തോടെ ഒരു നിയോഗം പോലെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ ഒരു വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഇതിന്റെ ആവശ്യം വരാതിരിക്കാം, എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കരുതാൻ വേണ്ടിയിട്ട് മാറ്റാം.
നമ്മൾക്ക് ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്, കേക്ക് വിതരണം ചെയ്യുന്നത് നമ്മുടെ രൂപതാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഒരു പിതാവാണ്. പിതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായ നേതൃത്വം നൽകുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റെടുക്കുന്ന എല്ലാ പദ്ധതികളും ഏറ്റവും അനുഗ്രഹമായി പോകുന്നു എന്നതാണ്. ഒരു പരിപാടി പോലും ഒരു പോലും പരാജയം വരുന്നില്ല എന്നതാണ്. അപ്പോൾ പിതാവ് നടത്തുന്ന ഓരോ പദ്ധതികളും ഏറ്റെടുക്കുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ പദ്ധതികളും വളരെ വരും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വനോദ്ധതിയുടെ ഒരു പരിപാടി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങളോട് കേൾക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് ഭയങ്കര വിജയമായി തീർന്ന് ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാം വലിയ ആശ്വാസമായി, രോഗി സഹായമായി മാറും. അതോടൊപ്പം തന്നെ വീടും പണി പൂർത്തിയാക്കാൻ ഞങ്ങൾ സാധിക്കുന്നു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഔദ്യോഗികമായിട്ട് പിതാവിനെ ക്ഷണിച്ചത്. പിതാവിന്റെ ഒത്തിരി സ്നേഹത്തോടെ സഹനത്തോടെ ഞങ്ങൾ ഇവിടെ വരികയും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പിതാവിന് ഇവിടെ കൂടിയിരിക്കുന്ന പുൽപ്പള്ളി മേഖലയിലെ എല്ലാവരുടെ പേരിലും എല്ലാവരുടെ അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ രൂപതാധ്യക്ഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ കീപ്പള്ളി അച്ഛനാണ്, മോഷണർ അച്ഛനാണ്. അച്ഛനും അതോടൊപ്പം തന്നെ ശ്രേയസിന്റെ പ്രസിഡന്റുമാണ്. അച്ഛന്റെ എല്ലാ സഹകരണവും നേതൃത്വമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അച്ഛനെയും ഇവിടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സയൻസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് അച്ഛന് എല്ലാവർക്കും അറിയാം. അച്ഛൻ ഈ പുൽപ്പള്ളിയിലെ നമ്മുടെ സയൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ വന്നു. ഇന്നത്തെ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകിയിരിക്കുന്ന ഡേവിഡ് അച്ഛനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അതോടൊപ്പം തന്നെ അർബാൻകുടിച്ചൻ സയൻസിന്റെ ഡേവിഡ് അച്ഛനോട് ചേർന്ന് അർബാൻകുടിച്ചനെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നു. രൂപതയുടെ എത്രയോ കാലങ്ങളായിട്ട് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അർബാൻകുടി അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം. അതോടൊപ്പം തന്നെ നമ്മുടെ ബെന്നിയച്ചൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ യൂണിറ്റിന്റെ ഇപ്പോഴും നമുക്കറിയാം യൂണിറ്റിന്റെ ഡയറക്ടർ ഇല്ലായിരുന്നു. ഇനി മുതൽ എനിക്കൊന്ന് യൂണിറ്റ് ഡയറക്ടർ ആകാൻ താല്പര്യം അച്ഛൻ കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സയൻസിന്റെ കഴിഞ്ഞ കാലത്ത് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ ഈ ഭവന പദ്ധതികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് നമ്മുടെ ഒക്കെ നേതൃത്വം നൽകാൻ ഇരിക്കുന്നത് നമ്മുടെ മെന്നി അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ മീറ്റിംഗിലേക്ക് സാധിച്ചത്. അതോടൊപ്പം തന്നെ സയൻസിന്റെ പ്രോഗ്രാം ഓഫീസറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് റോഹിചേട്ടനുണ്ട്. അതുപോലെ തന്നെ MCAയുടെ രൂപത പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ സയൻസിന്റെ മേഖലയുടെ കോർഡിനേറ്റർ ബിൻചേച്ചി, നമ്മുടെ സയൻസിന്റെ യൂണിറ്റിന്റെ പ്രവർത്തകർ, യൂണിറ്റിന്റെ കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള യൂണിറ്റുകളിൽ നിന്ന് പ്രവർത്തകർ, ഭാരവാഹികൾ, മറ്റുള്ള എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പിതാവിനെ സ്നേഹം പ്രക്ഷണിച്ചിരുന്നു. നമ്മുടെ രൂപതയുടെ മുഖ്യ ജനറാളും ശ്രേയസിന്റെ പ്രസിഡന്റുമായ കീപ്പള്ളി കോറപ്പിസ്കോപ്പ, ശ്രേയസിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛൻ, ഡോക്ടർ ബഹുമാനപ്പെട്ട അർബൻകുടി കോറപ്പിസ്കോപ്പ, നമ്മുടെ രൂപതയുടെ ചാൻസലറും ശ്രേയസിന്റെ മുൻ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട സുഭാഷ് അച്ഛൻ, നമ്മുടെ പുൽപ്പള്ളി മേഖലയുടെ യൂണിറ്റ് പ്രവർത്തകരായ ഷാൻസൺ ബിന്നി, ശ്രേയസിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി, MCAയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റോയ് സാറ്, ബഹുമാനപ്പെട്ട കൃഷ്ണരാജൻ, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് പോകുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശീലിതമായിട്ടുള്ള ഒരു തിരുനാളാണ്. ക്രൈസ്തവര് അതിനുവേണ്ടി പ്രത്യേകം നോയമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സഹോദരങ്ങളെ മാലയൊക്കെ ശബരിമല പോകുവാനായിട്ടും പ്രത്യേകം ഒരുങ്ങുകയാണ്. ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന അവസരത്തിൽ ഞങ്ങളുടെ ശബരിമലയ്ക്ക് പോകുന്നതാണ്. വണ്ടിയൊന്നുമില്ല. ഒരു വന്ന് ഞങ്ങൾക്കൊക്കെ സമ്മാനം തന്നത് വണ്ടിയൊന്നും അതുപോലെ നെയ്ത്തേങ്ങയൊക്കെ തന്ന് ഞാൻ ഓർക്കുന്നുണ്ടെന്ന്. അതിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കറിയാം ഒരു വലിയ ഈശ്വരാനുഗ്രഹത്തിൻ്റെ അവസരമാണ്. നമ്മുടെ ദൈവ വിശ്വാസികളായ എല്ലാവർക്കും അതുപോലെ മുസ്ലിം സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്ന അവസരമൊക്കെയാണ്. ഇവിടെ ശ്രേയസിൻ്റെ ഒരു പ്രഖ്യാപിതമായ നയം അതിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ളത് നന്മ ചെയ്യുകയും നന്മ ചെയ്യാനായിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും നന്മ ചെയ്യുന്നവരെ ഈശ്വരൻ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു സന്ദേശം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ 45-50 വർഷമായി ഈ ഒരു ശുശ്രൂഷ ബത്തേരി രൂപതയുടെ സോഷ്യൽ സർവീസ് വിങ്ങായ ശ്രേയസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു അവസരത്തിൽ പറഞ്ഞ പോലെ ശ്രേയസ് എന്നൊരു സംഘടനയല്ല, എല്ലാ മനുഷ്യരുടെ ഒരു സംസ്കാരം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബത്തേരി ജംഗ്ഷനിലൊക്കെ വന്ന് അരമന ഏതാന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല, ശ്രേയസാന്ന് ചോദിച്ചാൽ ഒട്ടക്കാർ മുഴുവൻ കൊണ്ടുവിടുന്ന ഒരു സംസ്കാരം നമ്മളുടെ ബത്തേരിയിലുണ്ട്, പുൽപ്പള്ളിയിലുണ്ട്.
നമ്മുടെ മലബാറിലുള്ള 6 റവന്യൂ ജില്ലകളിലുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, നീലഗിരി. ഇത്രയും ജില്ലകളിലെ ഈ ശ്രേയസിൻ്റെ സംസ്കാരം വളർന്ന് വികസിച്ചൊരു വലിയ മനുഷ്യ നന്മയായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഷാജൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയ ഒരു നന്മ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ കേക്ക് വിൽക്കുന്ന ആരും തന്നെ ഇതിനകത്തുനിന്ന് ഒരു കഷണം ഭക്ഷിക്കുകയോ ഒരു പൈസ എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ നന്മയുടെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഉണ്ണിയേശു ജനിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കൈവരിച്ചൊന്നുമില്ലാതെ കിടന്ന അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറേ പുൽക്കൂട്ടിലാണ് ജനിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴു വന്നിട്ട് ഒരു കുഞ്ഞ് ഇലയുടെ തുണ്ടെടുത്ത് യേശുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ യേശു അറിയാതെ ഇതിന് കൈയങ്ങ് മുടക്കി. കൈ മുടക്കിയിട്ട് തുറന്നപ്പോഴാണ് മനോഹരമായ ഒരു ഈ വിളക്കുള്ള ഒരു കുഞ്ഞ് ജീവി പറന്നു പോകുന്നതായിട്ട് കേട്ടു എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ സ്പർശം വന്നപ്പോഴത്തേക്ക് മിന്നാമിനം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജീവി അവിടെ ഇങ്ങനെ പറന്നു പോയിരുന്ന ഒരു ഐതിഹ്യമായ കഥയുണ്ട്. അപ്പോൾ ഒരു പുല്ലിൻ്റെ തുമ്പാണ് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തത്. പക്ഷെ അത് സ്വർണ്ണ നിറമുള്ള പ്രകാശമുള്ള ഒരു മനോഹരമായ ജീവിയായിട്ട് മാറി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ കാര്യം, ഒരു പക്ഷേ 10 കൈക്കോ 20 കൈക്കോ ഒക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ത്യാഗമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു കാൻസർ രോഗിക്ക് വേണ്ടി ഇത് നിങ്ങൾ വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ അത് വിൽക്കാൻ പോകുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും ഒരുപോലെ ദൈവികമായ അനുഗ്രഹം കിട്ടുന്നതായ ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞ പോലെ 8 ലക്ഷം രൂപ അതിനകത്ത് കിട്ടുന്ന വലിയൊരു അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ പലപ്പോഴും അരമനയിലിരിക്കുമ്പോൾ ചുമ്മാർക്ക് എല്ലാവർക്കും അറിയാം, ദിവസം 2, 3, 4 അപേക്ഷകൾ, ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ കിഡ്നി രോഗം ബാധിച്ചവർ, തളർന്നു കിടക്കുന്നവർ, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അനേകം ആൾക്കാരുടെ അപേക്ഷകൾ കിട്ടാറുണ്ട്. ചെറിയ ചെറിയ സഹായം അരമരുന്ന് കൊടുക്കും, വലിയ സഹായമാണ് ഇവിടെ ചിലവർ പറയുകയും ചെയ്യാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വേദനിക്കുന്നവരെ വേണ്ടി ഓർക്കുകയും അവർക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയ ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഈ കേക്ക് വാങ്ങിച്ച് നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുപോവുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്ത് ഈ പ്രാവശ്യം 14 ലക്ഷമാണ് അവർ ചാർജ് ചെയ്യുന്നത്. എനിക്ക് അതിൽ കൂടുതൽ കിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്ന അവസരത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള അനേകം കുടുംബങ്ങളിൽ ചെല്ലുന്ന അവസരത്തിലാണ് അതിൻ്റെ വളരെ പരിതാപകരമായ അവസ്ഥ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭവനം എന്നുള്ള ഒരു ചിന്ത തന്നെ വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഭവന സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന അവസരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞതാണ്, ഒരു ചെറിയ ഒരു ഭൂമിയിൽ, അത് പുറമ്പോക്കാണ്, അതിനകത്ത് ഈ പ്ലാസ്റ്റിക് കെട്ടി അതിനകത്ത് ഹൃദയമായ ഒരു അമ്മയും 2 പെൺകുഞ്ഞുങ്ങളും ഉറങ്ങുകയാണ്. എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം, മഴ വന്നാലോ വെടിവെട്ടുണ്ടായാലോ ആരെങ്കിലും മറ്റെന്തെങ്കിലും വന്യജീവികൾ വന്നാലോ ഒന്നും രക്ഷിക്കാൻ യാത്രികർ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ അവർ എല്ലാവരും കൂടെ പറഞ്ഞാണ് നമുക്ക് ഇവർക്ക് ഭവനം വെച്ച് കൊടുക്കണം, അവർക്ക് ഭവനം വെച്ച് കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാവർക്കും വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന ഒരു വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ്. ഇവിടെ നമുക്കറിയാം കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് ഇവിടെ പുറകിൽ. അവിടെ ഒരു 10 വീട് വരുന്ന അവസരത്തിൽ എത്രയോ കുടുംബങ്ങളാണ് സന്തോഷിക്കുന്നത്. ഈ ദേവാലയം, ഈ പ്രദേശമെല്ലാം വളരെ അനുഗ്രഹീതമായി മാറുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നിങ്ങൾ 8 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കളക്ട് ചെയ്ത് ക്യാൻസർ രോഗിയായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഡയാലിസിന് വേണ്ടി കിടക്കുന്ന രോഗികൾക്ക് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ ആശ്വാസമാണ്. അവരെ തീർച്ചയായിട്ടും രോഗത്തിൽ തന്നെ കിടന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണം, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ പോലെ കിടന്നുറങ്ങാനൊരു ഭവനം, വിശ്രമിക്കാനൊരു ഭവനം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അതുപോലെ ഭൂമി ഇല്ലാത്തവരായിട്ടുള്ള ആൾക്കാർക്കും ഈ ഭൂമിയൊക്കെ നമുക്കൊന്നും ഒരുപാടുണ്ടായിട്ടും ഈ പള്ളിക്കാപ്പോൾ 2 ഏക്കർ സ്ഥലമേ ഉള്ളൂ, അത്യാവശ്യമേ ഉള്ളൂ. പക്ഷെ നമ്മളതിൽ 1 ഏക്കർ സ്ഥലം ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ രൂപതയിൽ മൊത്തം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമിയൊക്കെ വാങ്ങിച്ച് വീട് പണിയണമെന്നൊരു വലിയ പ്രയാസം നമുക്കറിയാം. ഓരോ സെൻറ്റിന് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വരെ. അതുകൊണ്ട് രൂപതയുടെ ഭൂമി അത് ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ടാണ് കാണുന്നത്. അതിനെ ഒരു ഭാഗം അത്യാവശ്യമില്ലാത്ത ഭാഗങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുകയും എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഭവനം നിർമ്മിക്കുകയും ചെയ്ത് പോവുക. ശ്രേയസ് ക്രിയാവുന്ന പോലെ കഴിഞ്ഞ കാലങ്ങളിൽ അനേകായിരം ഭവനങ്ങൾ അങ്ങനെ പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകായിരം ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. കാർഷിക മേഖലകളിലും അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് അനേകം രംഗങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാങ്ക് ലോണും ഒക്കെ ആയിട്ട് 50-60 കോടിയോളം രൂപ ഇങ്ങനെ 1-2 ലക്ഷമായിട്ട് കൊടുക്കുന്നത് ഒരു വലിയ വികസനത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അക്കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ജനങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അതുപോലെ രോഗികളായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ക്യാൻസർ നമുക്കറിയാം. അത്
ഭേദമാകുന്നതാണ്. എങ്കിലും നമുക്കറിയാവുന്ന പോലെ അനേകം ആൾക്കാർ ക്യാൻസറിന് അടിമപ്പെട്ട് ആവശ്യത്തിന് മരുന്ന് കിട്ടാതെ, പരിചരണം കിട്ടാതെ പാവപ്പെട്ട വീടുകളിൽ മരിച്ചു പോകുമ്പോൾ നമുക്കതിന് ഉത്തരവാദിത്വമില്ല എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും പറയും നമുക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട്, അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരെ സഹായിക്കുന്ന ഭാഗമായി ക്രിസ്മസ് കാലത്ത് ഇങ്ങനെയൊരു കേക്ക് ചലഞ്ച് ക്രമീകരിച്ചത് ശ്രേയസ് കുടുംബാംഗങ്ങളെല്ലാവരെയും കൃത്യമായിട്ട് ഡയറക്ടർ ഉൾപ്പെടെ മേഖലയിലുള്ള എല്ലാവരും ഉൾപ്പെടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ നോയമ്പിൻ്റെ കാര്യം പറഞ്ഞു, ഒരു പള്ളിയിലെ ചെന്ന കഴിഞ്ഞ ദിവസം അച്ഛന്മാരോട് പറഞ്ഞു ശ്രേയസിനത് പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കളകം പള്ളിയിൽ ചെന്ന ദിവസം അച്ഛനെ എങ്ങനെ പ്രസംഗം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് നമ്മൾ നോയമ്പിൻ്റെ 25 നോയമ്പ് മാംസം ഭക്ഷിക്കത്തില്ല, വർജിക്കുന്നു, വെജിറ്റബിൾ മാത്രം അല്ലെങ്കിൽ ഫിഷ് മാത്രം കഴിക്കുന്നു. ഇങ്ങനെ ഒരു 10-25-30 ദിവസം മാംസം കഴിക്കാതെ വന്നു. ബാക്കി നോയമ്പില്ലെങ്കിലും ആഴ്ച 1-2 പ്രാവശ്യമൊക്കെ മാംസം കഴിക്കുന്നവരാണ്. അപ്പം അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇറച്ചിക്ക് വാങ്ങിക്കുന്ന പൈസ ഞാൻ ഡെത്ത് അതിനകത്തിട്ടേക്ക് തരണമെന്ന് പറഞ്ഞ് ഇതുപോലെ ക്യാൻസർ രോഗികൾ കൊടുക്കാനാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കൊച്ചിനും പള്ളി പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷെ കഴിക്കുന്നില്ല മാത്രമല്ല അതിനകത്ത് കിട്ടുന്ന പൈസ ഡെപ്പിയിലിട്ടേക്ക് തന്നാലും ഞാനിപ്പോൾ വീടുകളിലൊക്കെ ഉള്ള ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. എനിക്കൊന്ന് സുരേഷ് അങ്ങനെ ഒരു കമ്പയിൻ നടത്തുന്നത് നല്ലതാണ്. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമായതുകൊണ്ട് ഡെപ്പി പൈസ ഇട്ട് തരും. ഒരു 2 കിലോ ഇറച്ചിയുടെ പൈസ കിട്ടിയെത്തുന്ന നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാനായിട്ട് സാധ്യമാകും. അപ്പോൾ ഇങ്ങനെ ക്രിയാത്മകമായ പരിപാടികളെ കൊണ്ടുവന്ന് നമ്മളുടെ ഈ ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് ഇതിനകത്ത് നിങ്ങൾക്കൊരു ലാഭവുമില്ല, ഒരുപക്ഷെ നഷ്ടം മാത്രമേ ഉള്ളൂ. നടന്ന് ക്ഷീണിച്ച് വിശന്നൊക്കെ പോകേണ്ടതായിട്ട് വരും. പക്ഷേ ലാഭം സ്വർഗത്തിലോ മോക്ഷത്തിലോ ഉണ്ടാവും. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെന്ന നിലയിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് ഈ കേക്ക് ചലഞ്ച് ഇവിടെ ഇരിക്കുന്ന കേക്ക് മാത്രമല്ല, ഇനി കുറേ കേക്ക് കൂടെ ഇത്രയും വേഗം വിറ്റിട്ട് 10-15 ലക്ഷം രൂപ സമാഹരിച്ച് നമ്മൾ ഈ നല്ല ഡിസംബർ കാലം എല്ലാവരും ഈശ്വരനെ ആരാധിക്കുകയും പ്രതീക്ഷയൊക്കെ ചെയ്ത സമയത്ത് ഈ വയനാട്ടിലുള്ള എല്ലാ രോഗികൾക്കും, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമായിട്ട് ഇത് കൊടുക്കുവാൻ ഈ കേക്ക് ചലഞ്ചിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ നിയോഗമായിട്ട് എത്തിക്കുന്ന 100 കേക്കാണ് അതുകൊണ്ട് വിതരണം ചെയ്യുന്നത്. അവരെ മാതൃകയാണ്. അവരെ കേക്ക് മേടിക്കാൻ വേണ്ടി ഇതുമായിട്ട് 2 പേരോട് സ്മിത നമുക്ക് എല്ലാവർക്കും മാതൃകയാകത്തക്ക രീതിയിൽ നമ്മുടെ നമ്മുടെ പുൽപ്പള്ളി യൂണിറ്റിന്റെ ഈ മേഖലയുടെ കേക്ക് ചലഞ്ച് പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നൽകിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് ഇത്രയും വേഗം വിറ്റ് ഈ പുൽപ്പള്ളി മേഖലയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ അത്ഭുതം തോന്നി. 1500 പേരും കായിക താരങ്ങൾ അവിടെ വന്നിരുന്ന മനോഹരമായ ഒരു പ്രവർത്തന മത്സരങ്ങളോട് ചേർന്ന് അങ്ങനെയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കേക്ക് ചലഞ്ച് ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. എൻ്റെ ബാക്കി സന്ദേശമായിട്ട് നമ്മുടെ ദൈവയുടെ അഭിനന്ദി പിതാവേ, ആശ്വാസ മാധ്യക്ഷ ഇടയച്ച സഹോദരച്ച രോഹിത് സാർ ഉൾപ്പെടെയുള്ള MCA പ്രതിനിധികളെ, അതോടൊപ്പം തന്നെ ശ്രേയസിൻ്റെ പ്രോഗ്രാം ഓഫീസർ സായി സാറ്, ഖാൻ സാർ, ഗിരിച്ചേച്ചി ഉൾപ്പെടെയുള്ള ശ്രേയസിൻ്റെ കുടുംബാംഗങ്ങളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണെന്ന്. കാരണം വർഷങ്ങളോളം കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പള്ളിയാണ്. പിന്നീട് കുറച്ചു കാലം അത് മുടങ്ങി, പിന്നീട് വീണ്ടും അത് നമ്മുടെ ശ്രേയസിന്റെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച് വീണ്ടും അതിശക്തമായ രീതിയിൽ തന്നെ പിതാവിന്റെ വലിയൊരു സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. 10 വീടോളം, മൊത്തം 200ഓളം വീടുകളാണ് നമ്മളിപ്പോൾ പണി ആരംഭിച്ചിരിക്കുക. അതിൽ 10 വീടുകൾ നമ്മൾ ഈ ഒരു പള്ളിയോട് ചേർന്ന്, ഈ യൂണിറ്റോട് ചേർന്ന് ഇവിടെ പണിയുടെ ആരംഭം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷത്തിൽ തന്നെ ശ്രേയസിന്റെ ഒരു പുതിയൊരു പ്രവർത്തനം ഇവിടെ തുറന്നു കുറിക്കുകയാണ്. ഈ ഒരു വർഷത്തെ പ്രത്യേകം ബാക്കി ശ്രേയസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അഭിനന്ദ പിതാവും ഷാൻസാറൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു നിമിഷം പ്രത്യേകം നമ്മുടെ ശ്രേയസ് പുൽപ്പള്ളി മേഖലയെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രം ഒരു നിമിഷം എടുത്ത് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. വളരെ പ്രത്യേകമായി പിതാവ് കഴിഞ്ഞ ദിവസം കണ്ടതാണ്, വന്ന് സംബന്ധിച്ചതാണ്. 1500ഓളം കായിക താരങ്ങളെ ഒരു വേദിയിൽ, ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വളരെ ചിട്ടയോടുകൂടി ഒരു വലിയൊരു പ്രോഗ്രാം ക്രമീകരിച്ചത് പുൽപ്പള്ളി മേഖലയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട മുണ്ടക്കുടീശൻ ഉൾപ്പെടെയുള്ള നമ്മുടെ യൂണിറ്റിലെ
വൈദികരുൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ഷാൻസാർ, ബിനി ചേച്ചി ഉൾപ്പെടെയുള്ള എല്ലാ COs ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകം ഈ നിമിഷം അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സെൻട്രൽ ഇവാലുവേഷൻ കൂടിയ സമയത്ത് നമുക്ക് ശ്രേയസിൽ ഏകദേശം 6 ജില്ലകളിലായിട്ട് 73ഓളം യൂണിറ്റുകളുണ്ട്. അന്ന് നമ്മുടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ 45 വർഷമായി ശ്രേയസ് നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കപ്പെടുന്നു. 50ാം വർഷം ആകുമ്പോഴേക്കും എല്ലാ യൂണിറ്റിലും ഓരോ ഭവനം എന്ന രീതിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്തതാണ്. അതായത് 73 വീടിന്റെ പണി ഏകദേശം നമ്മൾ ഈ 5 വർഷം കൊണ്ട് 50ാം വർഷം പൂർത്തിയാകുമ്പോഴേക്കും 73 വീടുകളുടെ പണി പൂർത്തീകരിക്കും. അതിന്റെ അഡീഷണൽ ആയിട്ടാണ്, അതിന്റെ കൂടെയല്ല, അതിന് അഡീഷണൽ ആയിട്ട് പിതാവ് പറഞ്ഞിരിക്കുന്ന പദ്ധതി നമ്മൾ ഇന്ന് ഒരു വീടിന്റെ ഷാൻസാറ് സൂചിപ്പിച്ചു, ഒരു വീടിന്റെ പണി അവർ ആരംഭിച്ചു. വീണ്ടും അടുത്ത സാമ്പത്തികം വരുന്നതിനനുസരിച്ച് മറ്റു വീടുകളൊക്കെ പിതാവിന്റെ ഭവന പദ്ധതിയോട് ചേർന്ന് തന്നെ അവർ ക്രമീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കരുവഞ്ചാലി യൂണിറ്റിൽ, കണ്ണൂർ മേഖലയിലെ കരുവഞ്ചാലി യൂണിറ്റിൽ 1 ലക്ഷം രൂപ ഒരു പിതാവിന്റെ ഭവന പദ്ധതിയോട് ചേർന്ന് 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവസാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കാനുള്ള പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്, നമ്മുടെ ശ്രേയസിന്റെ കൂട്ടായ പ്രവർത്തനമാണ്. നമ്മുടെ ശ്രേയസിന്റെ എല്ലാ പിന്തുണയും ബത്തേരി രൂപതയിലെ 6 ജില്ലകളിലെ ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന എല്ലാ മെമ്പേഴ്സിന്റെയും എല്ലാ പിന്തുണയും ഈ ഒരു നിമിഷം അഭിനന്ദ പിതാവിനെ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പിതാവിന്റെ പദ്ധതിയിൽ ഞങ്ങളെല്ലാവരും കൂട്ടായി ചേർന്ന് ഞങ്ങൾ പങ്കാളികളാവും. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ 9 മേഖലകളിൽ ഏറ്റവും അതിശക്തമായ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ എല്ലാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു മേഖലയാണ് പുൽപ്പള്ളി മേഖല. പറയാൻ കാരണം ഇപ്പൊ പറഞ്ഞു, ഏകദേശം 20,000-ഓളം കേക്കുകൾ ഇത് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അത് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ മുണ്ടപ്പുഴീശിന്റെ അതിശക്തമായ നേതൃത്വമുണ്ട്. ഏറ്റവും കൂടുതൽ സംഘങ്ങളുള്ളതും നമ്മുടെ പുൽപ്പള്ളി മേഖലയാണ്. ഏറ്റവും കൂടുതൽ ലോൺ പോയിട്ടുള്ളതും ഏറ്റവും സംരംഭകരെ വളർത്തിയിട്ടുള്ളതും ഈ പുൽപ്പള്ളി മേഖല തന്നെയാണ്. അത് എടുത്തു പറയാൻ വേണ്ടി ഒരു നിമിഷം വിനിയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന ഷാൻസ് സാറാണ്. കുറെ വർഷങ്ങളായി ഷാൻസ് സാർ, ബിനിച്ചേച്ചിയുണ്ട്, നമ്മുടെ COs എല്ലാവരും, 3ാം വയലിൽ എല്ലാ COസും അതിശക്തമായ രീതിയിൽ നേതൃത്വം കൊടുക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ ഒരു നിമിഷം അഭിനന്ദ പിതാവിന്റെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും പേരുള്ള എല്ലാ നന്ദിയും സ്നേഹവും എല്ലാ അഭിനന്ദനവും അറിയിക്കുകയാണ്. ഇനി അതിശക്തമായ രീതിയിൽ ഉത്തരോത്തരം ഓരോ വർഷവും ഓരോ ദിവസവും പുൽപ്പള്ളി മേഖല വളർന്നു വരട്ടെ. ബത്തേരി രൂപതയിലെ മറ്റു മേഖലകൾക്ക് മാതൃകയായി ഇനിയും വളർന്നു വരട്ടെ. അതോടൊപ്പം തന്നെ രൂപതയോട് ചേർന്ന് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതുപോലെ കാരുണ്യ പ്രവർത്തനം ഇനിയും എല്ലാ വർഷവും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പിതാവേ, സ്നേഹമുള്ള മോർച്ച സയൻസിന്റെ ഡയറക്ടർ, ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛൻ അടക്കമുള്ള ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ളവരെ, ഇവിടെ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ വലിയ നല്ലൊരു ഉദ്യമം പ്രത്യേകിച്ച് ഈ വർഷം ആരംഭിച്ചിരിക്കുന്നു. വീണ്ടും പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മുടെ കോവിഡിന് ശേഷം നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ വന്ന രോഗികളൊക്കെ കൂടുതൽ സമയത്താണ് നമ്മളിങ്ങനെ ഒരു ചിന്ത, വ്യത്യസ്തമായ രീതിയിൽ ലോക്കൽ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് കേക്ക് ചലഞ്ച്, ബിരിയാണി ചലഞ്ച് പോലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം നമ്മൾ അഭിമന്യ ഭാവത്തിരുമേനിയാണത് ശ്രേയസിന്റെ ഫുഡ് കോർട്ടിന്റെ മുമ്പിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് എന്നാണ് ഓർക്കുന്നു. അപ്പോൾ നല്ലൊരു സംരംഭം കഴിഞ്ഞ വർഷം ഏതാണ് 24 ലക്ഷം രൂപ നമ്മുടെ എല്ലാ മേഖലയിലും കളക്ട് ചെയ്തു. ഇപ്പോൾ അതിന്റെ 3 ഇരട്ടി ഈ വർഷം കളക്ട് ചെയ്യാനുള്ള സാധ്യത എടുക്കണം. കഴിഞ്ഞ വർഷം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തി. അത് മാത്രമല്ല ചേച്ചി പറഞ്ഞ 100 കേക്ക് എടുക്കുന്നു. കഴിഞ്ഞ വർഷം 300-ലധികം കേക്ക് വിറ്റ ചേച്ചിമാരുണ്ട്, പ്രവർത്തകരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അത് നല്ലൊരു സംരംഭമായിട്ട് മോഡലായിട്ട് നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളരെ സന്തോഷത്തോട് കൂടുന്ന ഒരു ഇതാണ്. നമ്മൾ മറ്റു സംഭാവനയൊക്കെ പിരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടൊക്കെ പറയും, ഇത് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി തരുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പുൽപ്പള്ളി മേഖല എന്താണ് ഈ കാര്യങ്ങൾ നല്ല സമയത്ത് ചെയ്യുന്ന ഒരു ടീമാണ് പുൽപ്പള്ളി മേഖല. കൃത്യം എന്താ പറയുക, മർമ്മത്തെ ചെയ്യാവുന്ന പറയുന്നത്. കാരണം നല്ലൊരു സാഹചര്യം കിട്ടിയപ്പോൾ, നല്ലൊരു സാധ്യത കിട്ടിയപ്പോൾ അത് പുൽപ്പള്ളി മേഖല ഉപയോഗപ്പെടുത്തി അഭിമന്യ പിതാവിനെയും വൈദികരെ എല്ലാം ചേർത്തുകൊണ്ട് അതിന് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതൊരു നല്ല തുടക്കമാകട്ടെ. പുൽപ്പള്ളി മേഖല ഇവിടെ സൂചിപ്പിച്ചുള്ള വളരെ നല്ല ശക്തമായി പ്രവർത്തിക്കുന്ന ബത്തേരി നമ്മുടെ ശ്രേയസിന്റെ ഒരു ബാക്ക് ബോൺ എന്നൊക്കെ പറയാം, അത്രയും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നമ്മുടെ ഈ സംരംഭം നമ്മുടെ അനേകം കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ഒരു പ്രതീക്ഷയും പ്രത്യാശയുമായി തീരട്ടെ. വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി പറയുന്നത് നമ്മുടെ സയൻസിന്റെ പ്രോഗ്രാം പിതാവെ, അതുപോലെ നേതച്ചൻ, പ്രിയപ്പെട്ട മധ്യച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ളത്, ഈ ഒരു മീറ്റിങ്ങിൽ നന്ദി പറയാൻ കിട്ടുക നമ്മൾ വളരെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. കാരണം ഒരുപാട് മീറ്റിങ്ങുകളിലെ യോഗങ്ങളിലൊക്കെ ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്, സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ അഭിമാനവും സന്തോഷവും പകരുന്ന ഒരു നന്ദി പറയുന്ന ഒരു ചടങ്ങാണ്. തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണ് അനുസ്മരിക്കപ്പെടേണ്ടത്. ഒന്ന്, അഭിമന്യ പിതാവിന്റെ
സ്വപ്ന പദ്ധതിയായിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം എന്നുള്ള പദ്ധതിയുടെ സാക്ഷാത്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യ പിതാവ്, ഞാൻ ഒരു ആഗ്രഹിക്കുന്നത് ഒരുപാട് അവാർഡുകളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയേറെ പുതിയ ആശയങ്ങളും ഒക്കെ നടപ്പിലാക്കുന്ന അഭിമന്യ പിതാവിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകൾ അറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നോബൽ സമ്മാനമൊക്കെ കിട്ടാൻ ഭാവിയിൽ അഭിമന്യ പിതാവിന് കഴിയും. കാരണം നിസ്സാരമായ കാര്യങ്ങളല്ല അവിടെ ചെയ്തിട്ടുള്ളത്. കാരണം അതിനെ ഒരു പബ്ലിസിറ്റിക്ക് താല്പര്യമില്ലാത്തതിനാലാണ് തോന്നുന്നു ഇതൊന്നും വലിയൊരു പബ്ലിക്കിലേക്ക് ഇത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം വലിയ കാര്യങ്ങളാണ് പിതാവ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാം വീട്ടിലും പറയുന്നത്, ഇപ്പൊ പുത്തകം എന്നുള്ള നമ്മുടെ രൂപതയുടെ സ്ഥലം, സ്കൂളിന്റെ സ്ഥലം നമ്മുടെ ഒരു മോസ്കിന് വേണ്ടിയിട്ട്, അമ്പലത്തിന് വേണ്ടിയിട്ട് പിതാവ് കൊടുത്തു നടത്തും. അത് വലിയൊരു മാതൃകയാണ്. അത് എല്ലാവരും പല മീറ്റിങ്ങുകളിലും എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അഭിമന്യ പിതാവിന്റെ ഈ സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായിട്ട് ശ്രേയസ് കുടുംബാംഗങ്ങൾ എല്ലാവരും, അതുപോലെ നമ്മുടെ MCAയും പിതാവിന്റെ ഒപ്പമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഡേവിഡ് അച്ഛന്റെയും നേതൃത്വത്തിൽ ഞങ്ങളെ പിതാവിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയത്തച്ഛനൊക്കെ പറഞ്ഞ പ്രകാരം നമ്മളിപ്പോൾ ഈ അടുത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിമന്യ പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുകയും അതോടൊപ്പം ഇന്ന് ഈ 2 ചടങ്ങുകളാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രേയസിന്റെ ഏറ്റവും മികച്ച സംഘാടകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര ഓഫീസിലുള്ള ആളൊന്നും അല്ല, അത് ഷാൻസർ ആണെന്ന് നിസ്സംശയം പറയാം. കാരണം ഷാൻസന്റെ പരിപാടികൾ ആയിരങ്ങളെയും 10,000ങ്ങളെയും ചേർന്നുകൊണ്ടുള്ള സംഘാടനമാണ്. പുൽപ്പള്ളി ഒരു പ്രോഗ്രാം സമയത്ത് എനിക്ക് അസൂയ തോന്നി. ഞാൻ വെച്ചാൽ ഇനി മുതൽ നമുക്ക് മേഖലാ തലത്തിൽ പരിപാടി നടത്തി സെന്ററിൽ വെക്കണം എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇത് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഏറ്റവും ഭയങ്കര ഒരു ഇതാണ് തോന്നിയത്. കാരണം അത്രത്തോളം എന്താ പറയാ, ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1200 കായിക താരങ്ങൾ അവിടെ വന്ന് മാറ്റിരച്ചത്. രാത്രി 10:30 മണി അത് കഴിയുമ്പോൾ. പക്ഷെ അത്ര നന്നായിട്ട് അത് ക്രമീകരിക്കാൻ ഷാൻസിനെ കൊണ്ട് ഒരാൾക്ക് കഴിയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്താണ് കുറെ മീറ്റിങ്ങുകളും പരിശീലനങ്ങളും മാത്രമല്ല, ജനസംഘാടനം നല്ല രീതിയിൽ ചെയ്യുന്നതാണ് ഷാൻസൻ ഏറ്റവും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേക്ക് ചലഞ്ച്. അപ്പൊ ഞാൻ ഈ കേക്കുമായിട്ട് വേറെ 1-2 ആളുകൾ അവിടെ വന്നപ്പോൾ ഞാൻ ഷാൻസനെ വിളിച്ചു. ഷാൻസൻ ഇങ്ങനെ ഒരു സംഭവം എടുത്തുണ്ട്, അത് പണ്ടേ 20,000 കേക്ക് ഏർപ്പാടാക്കിയിരുന്നത്. അപ്പൊ അങ്ങനെ മുൻകൂട്ടിയുള്ള പ്ലാനിങ് ആണ്. അപ്പൊ 2 കാര്യങ്ങൾ, ഒന്ന് ക്യാൻസർ രോഗികളെ സംരക്ഷിക്കുക, അത് അവരെ സഹായിക്കുക, 2 പിതാവിന്റെ ഭവന പദ്ധതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഈ നല്ല 2 പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേക്ക്, ഇപ്പൊ ഞാനൊക്കെ കേക്ക് എടുക്കണം, ഞാൻ ഈ മേഖലയുടെ ആളായ സ്ഥിതിക്ക് കേക്ക് എടുക്കണം, 2 കേക്ക് എടുക്കണം. അപ്പൊ ഒരു കേക്ക് ആർക്ക് കൊടുക്കണം എന്നുള്ള ഇപ്പൊ ചിന്തിച്ചു, ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിമന്യ പിതാവിന് നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭക്തിരൂപതയുടെ മുഖ്യ വികാരി ജനറാളും അതുപോലെ ശ്രേയസിന്റെ പ്രസിഡന്റുമായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പള്ളി അച്ഛൻ, അദ്ദേഹത്തിന്റെ വളരെ ദീർഘവീക്ഷണം നമ്മുടെ ശ്രേയസിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഒത്തിരി തുണയായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും, എല്ലാ മീറ്റിങ്ങുകളും, ചെറിയ പരിപാടികളിൽ പോലും എന്താണ് കീപ്പള്ളിച്ചന്റെ സാന്നിധ്യമുണ്ട്. ബഹുമാനപ്പെട്ട കീപ്പള്ളിച്ചനെ ഇത്രയും എല്ലാവരുടെയും പേരുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഡേവിഡ് അച്ഛൻ ഇപ്പോൾ ചാർജ് എടുത്തിട്ട് 9 മാസമാകുന്നു. അച്ഛന്റെ നേതൃത്വത്തിലെ ശ്രേയസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പുതിയതായിട്ടുള്ള ധാരാളം പ്രൊജക്റ്റുകളൊക്കെ അച്ഛൻ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ അച്ഛന്റെ നല്ലൊരു ചെറുപ്പക്കാരനായ അച്ഛന്റെ ഏറ്റവും നല്ലൊരു നേതൃത്വം നമുക്ക് വളരെ സന്തോഷമാണ്. അച്ഛനെ എല്ലാവരുടെയും പേരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ശ്രേയസിന്റെ ലോക്കൽ മാനേജറായിട്ടുള്ള ബഹുമാനപ്പെട്ട മാത്യു അറമ്പൻകൊടിയിൽ ലോറെപ്പിസ്കോപ്പ അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. അച്ഛൻ ശ്രേയസിൽ വളരെ സൈലന്റ് ആയിട്ട് നടന്ന് പിതാവ് ഏൽപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള അവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മം നോക്കി, ഷോപ്പൊക്കെ പോയി നോക്കി അദ്ദേഹം നന്നായിട്ട് വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറിക്കൊണ്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട അറമ്പൻകൊടിയിൽ അച്ഛന് എല്ലാവരുടെയും പേരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛൻ നിങ്ങൾക്ക് സുപരിചിതനാണ്, ശ്രേയസിന്റെ മുൻ ഡയറക്ടറും ബത്തേരി രൂപതയുടെ ചാൻസലറും അതുപോലെ ബത്തേരി പ്രോട്ടോ വികാരിയൊക്കെ ആയിട്ട് സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇടയത്തച്ഛന്റെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രേയസ് വളരെയധികം വളർന്നിട്ടുണ്ട്. ഒരുപാട് പ്രൊജക്ടുകളൊക്കെ ചെയ്ത് നമ്മൾ ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഈ ഭവന നിർമ്മാണത്തിന്റെ ചുമതല കൂടി ബഹുമാനപ്പെട്ട ഇടയത്തച്ഛനുണ്ട്. ഇടയത്തച്ഛനെ കൂടി കൂടിയിരിക്കുന്ന എല്ലാവരും പേരിലാണ് നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഷാൻസൻ, ഞാൻ നേരത്തെ ഷാൻസനെ കുറിച്ച് പറഞ്ഞാണ്. ഷാൻസന്റെ ഇടയത്തച്ഛന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഷാൻസനോട് പറഞ്ഞത് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഷാൻസന്റെ പെർഫോമൻസ് കണ്ടുമ്പോൾ ഷാൻസനെ സോണൽ പ്രോഗ്രാം ഓഫീസർ ആക്കാന്ന് പറഞ്ഞു. ഷാൻസൻ സമ്മതിച്ചില്ല. കാരണം ഷാൻസന്റെ തട്ടകം ഒരു കോർഡിനേറ്റർ എന്നല്ല, മേഖലാ പ്രോഗ്രാം ഓഫീസർ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പദ്ധതികൾക്കെല്ലാം മുൻകൂട്ടി ഇറങ്ങുന്ന ബഹുമാനപ്പെട്ട ഷാൻസൻ സാറിന് പ്രത്യേകമായുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ വിനിച്ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ
എന്താ പറയുക, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ധീരവനിത എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ബിനി ചേച്ചിയുടെ ഒരു നല്ല നേതൃത്വം, ഷാൻസിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തു നമുക്ക് ബഹുമാനപ്പെട്ട ബിനി ചേച്ചിയുണ്ട്. ബിനി ചേച്ചിക്ക് എല്ലാവരുടെയും പേരുള്ള നന്ദി അവസരത്തിനെ അറിയിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട 2 കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇവിടുത്തെ 2 സ്റ്റാഫംഗങ്ങളാണ് പ്രിയപ്പെട്ട ശോഭ ചേച്ചിയും റീനയും ശോഭ ചേച്ചിയൊക്കെ നമ്മുടെ റീനയുടെ അയൽക്കൂട്ടത്തിൽ വരുമ്പോൾ അവർക്ക് പേടിയാണ്. കാരണം വെച്ചാൽ 4 ലക്ഷം വാങ്ങുന്ന ലോൺ എടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ അറിയാം. അപ്പോൾ നല്ല ശാസ്ത്രീയ ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് വളരെ കഴിവുള്ള 2 നല്ല പുൽപ്പള്ളി മേഖലയിലെ 2 സ്റ്റാഫ് അംഗങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ക്രിസ്തുമന്തൽ അച്ഛന് ഇവിടെ ഈ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നമുക്ക് അറിയില്ലായിരിക്കും. അച്ഛനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അച്ഛൻ ഇതെല്ലാം ഒരു ചാനലിലേക്ക് അദ്ദേഹം അത് സംപ്രേഷണം ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അച്ഛന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഇന്ന് ഈ കേക്ക് ഇവിടെ 100 കേക്കുകൾ ഏറ്റെടുത്ത് വിൽപ്പന നടത്തി അതിന്റെ പണം സമാഹരിക്കുന്ന സ്മിത, ഏറ്റവും പ്രിയപ്പെട്ട സ്മിത ഒരു നല്ല മാതൃകയാണ്. നമ്മുടെ 3-ാം മൈൽ യൂണിറ്റിന് നല്ല മാതൃക കാണിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സ്മിതയ്ക്ക് എല്ലാവരുടെയും പേരുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും, നമ്മുടെ പ്രിയപ്പെട്ട യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പുൽപ്പള്ളി മേഖലയിലെ സ്റ്റാഫ് അംഗങ്ങൾ, നമ്മുടെ MCAയുടെ ബത്തേരി മേഖലയുടെ സെക്രട്ടറി സുമചേച്ചി, അതുപോലെ ഈ ഭവന പദ്ധതിക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്, അതിന്റെ നിർമ്മാണ പ്രവർത്തിക്ക് നേതൃത്വം കുഞ്ഞുമോ ചേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞുമോ ചേട്ടൻ, അതുപോലെ എല്ലാവർക്കും ആരും വിട്ടുവിടലാം വിചാരിക്കുന്നു. പ്രിയപ്പെട്ട റോയ് സാറ്, നമ്മുടെ ഒരു MCAയുടെ റോയ് സാറ്, അതുപോലെ ചെറിയാൻ മാഷ്, മറ്റ് MCAയുടെ ഭാരവാഹികള്, ശ്രേയസിന്റെ പ്രവർത്തകർ, എല്ലാവർക്കും ഒറ്റ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കും.